Good morning, sir. Yes, Nancy, good morning. Good morning, sir. Narmida, good morning. Good morning, sir. Yes, Narmida, good morning. Good morning, sir. Yes, good morning. നിങ്ങളുടെ നാട്ടിലെ ഇലക്ഷന്റെ ചൂടൊക്കെ ആരംഭിച്ച ആരെങ്കിലും സ്ഥാനാർത്ഥി ഉണ്ടോ? തുടങ്ങി സർ. ഈ MT-70 ആരെങ്കിലും സ്ഥാനാർത്ഥി ഉണ്ടോ? ഇതുവരെയും ഇല്ല സാർ. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ ആരെങ്കിലും സമീപിച്ചോ? സ്ഥാനാർത്ഥി ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാർ ഞാൻ കുറെ നാളായിട്ട് ചോദിക്കുന്നു, പക്ഷെ അവരാരും എന്നെ നിർത്തുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. ഇടക്കിടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ ആക്ടിവിറ്റീസ് കൊണ്ടാണ് ഇറങ്ങണം. അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുള്ളൂ. ഓ, ഇങ്ങനെ ഒരാളുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന് ശ്രദ്ധിക്കുള്ളൂ. അതെ സാർ, ഹസ്ബൻഡിന്റെ നാടായോണ്ടാണ്. ഞാൻ ട്രിവാൻഡ്രത്തുള്ളയാ, ഹസ്ബൻഡ് ആലപ്പുഴയുള്ള. അപ്പൊ എനിക്ക് ഇവിടെ വോട്ടിങ്ങിന് ഇതില്ല. ആ ഒരു പ്രശ്നം കൊണ്ടാ. എത്ര നാളായി ഇവിടെ വന്നിട്ട്, നാട്ടിൽ വന്നിട്ട്? ഞാനിതിപ്പോ 6ാമത്തെ വർഷമാകുന്നു. മതി, അതിലൊക്കെ മതി. നാട്ടിലൊക്കെ എല്ലാവരോടും പരിചയം. പഞ്ചായത്തിന്റെ വാർഡല്ല, അപ്പൊ അവിടെ ഉള്ളവരൊക്കെ അറിയാലോ. യെസ്. അപ്പൊ ഏത് പാർട്ടിയുടെ കീഴിൽ നിൽക്കാനാണ് ആൻസിക്ക് താല്പര്യം? സാർ ഞാൻ CPI ആണ്. CPI ആണ്, CPIM ആണ്? ഏതെന്തോ സാറേ, CPI ആണോ M ആണോ എന്ന് അറിഞ്ഞൂടെ. ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. യെസ്. അപ്പൊ മനസ്സുകൊണ്ട് ഇടതുപക്ഷമാണ് അല്ലേ? അതെ അതെ, വീട്ടുകാരെല്ലാരും അതാ. എന്റെ വീട്ടുകാരും ഹസ്ബൻഡിന്റെ വീട്ടുകാരും എല്ലാം അതാണ്. യെസ്. ഓക്കെ 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 ഓക്കെ. അല്ല, സാധാരണ ഇതിലെ ഈ അത് LDF ആയാലും UDF, LDF ആയാലും UDF ആയാലും യെസ് ഗുഡ് മോർണിംഗ്. പെൺകുട്ടികളെ കിട്ടാൻ വലിയ പാടാണ്. ആണുങ്ങൾ യെസ് ഗുഡ് മോർണിംഗ് ജിൻസി. ഞങ്ങളിവിടെ മറ്റേ പഞ്ചായത്ത് ഇലക്ഷൻ സ്ഥാനാർത്ഥികൾ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു. ജിൻസിനെ തേടി ആരെങ്കിലും വന്നോ? നിൽക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ കോയമ്പത്തൂരില്ല സാർ, അതുകൊണ്ട് ഇവിടെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു ഇലക്ഷനൊക്കെ. ഞാൻ DMKയുടെ ആളാ. ഓ, അണ്ണാ DMK. സാർ ശരി. എത്ര നാളായി കോയമ്പത്തൂർ താമസിക്കുന്നത്? 17 years സാർ. 17 years. അപ്പൊ രാഷ്ട്രീയ ബോധമൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ? ഉണ്ട്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ഇപ്പൊ DMKയിലോട്ട് ആകർഷിക്കപ്പെടാൻ കാരണം? എന്റെ ഹസ്ബൻഡ് DMK ആയിരുന്നു, അങ്ങനെ ഞാനങ്ങ് ഫോളോ ചെയ്തേ ഉള്ളൂ. എന്നാലും ഒരു ഹസ്ബൻഡ് ആണ്, എന്നാലും ഒരു ഒബ്സർവേഷൻ അതിലുണ്ട്. ഇവിടെ ഇപ്പൊ ഉള്ള ഭരണമൊക്കെ അവരുടെ വലിയ കുഴപ്പമില്ല സാർ. കോർപ്പറേഷനിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരാ. പിന്നെ പരിചയമുള്ളവരൊക്കെ, പുള്ളിക്കാരന് കുറച്ച് പാർട്ടിയിലൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോളോ ചെയ്തു, അത്രേ ഉള്ളൂ. വെരി ഗുഡ് വെരി ഗുഡ്. അത് ഇപ്പൊ സംഭവിക്കാം. അതായത് ഒരുപക്ഷെ അച്ഛൻ കോൺഗ്രസും അമ്മ കമ്മ്യൂണിസ്റ്റും ആവാം, അല്ലെങ്കിൽ അച്ഛൻ കമ്മ്യൂണിസ്റ്റും അമ്മ കോൺഗ്രസും ആവാം. അങ്ങനെയൊക്കെ പറയാം ഒരേ വീട്ടിൽ തന്നെ. യെസ്. നമ്മുടെ മകളോട് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ഥാനാർത്ഥിയാവുമെന്ന് പറഞ്ഞ ഒരു പാർട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ തൽക്കാലത്തേക്ക് ഇല്ലാന്നും പറഞ്ഞിട്ട് ഞാൻ സ്കൂട്ട് ചെയ്തു. തൽക്കാലം അവളോട് പഠിക്കാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ അതിന് വേണ്ടെന്ന് വെച്ചു. യെസ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് പ്രയർ ഉണ്ടെങ്കിൽ ചെല്ലാം. പ്രേയർ ഞാന് സർ. ഓക്കെ നർമ്മിത, യു കണ്ടിന്യൂ. ओके सर. हे प्रभु आनंद दात ज्ञान हमको दीजिए, अंधकार दिल से मिटा दो प्रकाश दीजिए, हम चले सच्चाई के पथ पर कभी न हम डगमगाए, धैर्य और शक्ति दो प्रभु भय को दिल से भगाए, हे प्रभु आनंद दात ज्ञान हमको दीजिए, अंधकार दिल से मिटा दो प्रकाश दीजिए. ओके सर, थैंक यू सर. അത് സർ ബുക്ക് അങ്ങനെ സെർച്ച് ആക്കി കുറെ ബുക്സ് എല്ലാം ഉണ്ട് എന്റെ കയ്യിൽ. ഹിന്ദി തന്നെ ഉള്ളത് അധികം.
എനിക്ക് ഹിന്ദി ഏറ്റവും ഇഷ്ടമുള്ള ലാംഗ്വേജ്. അതിൽ തന്നെ എനിക്ക് കൂടുതൽ മാർക്കും കിട്ടുന്നുണ്ട് അത് ഹിന്ദിയിൽ തന്നെ. അപ്പൊ അങ്ങനെ പണ്ടേ ആകെ എനിക്ക് ഹിന്ദിയിൽ അറിയാവുന്ന വാക്കിന്റെ കോസേക്കേരിയെ കാക്കേക്ക് പറഞ്ഞു. അതാ ടീച്ചർ തല്ലി പഠിപ്പിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. നേ കോസേക്കേരിയെ കാക്കേക്ക് പറഞ്ഞു സംഗതി. അത് മാത്രമേ എനിക്ക് ഹിന്ദിയിൽ അറിയാവൂ. യെസ്. പിന്നെ നമ്മള് ഹിന്ദി സിനിമ കാണുമ്പോൾ പറയുന്നുള്ളൂ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അടുത്തത് thought of the day. Of the day. Today is Children's Day. We are all children who study to become teachers. So happy Children's Day to everyone. Children, Yes. you are the future of our country. So on its day, I wish you joy and success. Whatever you do, happy Children's Day all. Thank Yes, you. okay. Very good, very good. Sabita, are you married? Yes, How many children you have? only one son. Only one son. What is his name? Abhinav. Abhinav, അല്ലേ? അതെ. വെരി ഗുഡ് വെരി ഗുഡ്. ഈ അഭിനവിന് ഒരു 35-40 വയസ്സായെന്ന് വിചാരിക്കും. അപ്പോഴും എന്തെങ്കിലും പറഞ്ഞു വരുമ്പോ സബിത എന്ത് പറയുന്നതായിരുന്നു? എടാ, ഞാൻ നിന്റെ അമ്മയാണ്, എനിക്കറിയാം കാര്യങ്ങൾ, നീ പറയണ പോലെ അല്ലേ? അപ്പൊ അത്രയും വയസ്സായി കഴിഞ്ഞാൽ അവിടെ അറിയാൻ ചൈൽഡാണ്. അതങ്ങനെ കണക്കാക്കാം. ഇതുപോലെ തന്നെയാണ് സബിതയുടെ അച്ഛനും അമ്മയും സബിതനെ കണക്കാക്കുന്നത്. അതുകൂടി ചിന്തിച്ചാൽ കൂടെ. യെസ്, നിങ്ങൾ ഇപ്പോഴും അവരുടെ മുന്നിലാരാണ്? ആ പഴയ കുട്ടികളാണ്. യെസ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ജനിക്കുന്നേക്കാളും മുമ്പ് മുതൽ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയ നിങ്ങളുടെ മാതാപിതാക്കന്മാരാണ്. അന്ന് നിങ്ങളുടെ മുഖം പോലും അവരെ കണ്ടിട്ടില്ല. യെസ്, അന്ന് മുതൽ അമ്മയുടെ ഉദരത്തിലുണ്ട് എന്ന് അറിഞ്ഞപ്പോ മുതൽ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയ ആൾക്കാരാണ്. യെസ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എപ്പോഴും നിങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും കുട്ടി എന്നുള്ള ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ വാവ എന്നുള്ള പേര് കേൾക്കാം. നമ്മൾ വിചാരിക്കും ചെറിയ വാവയാണ്, മനസ്സിലാക്കിയിട്ടില്ല, നല്ല തണ്ട് തടിയുള്ള മനുഷ്യനായിരിക്കും. അത് ചെറുപ്പം തുടങ്ങി അങ്ങനെ വിളിച്ച് അതൊരു വാവയായിട്ട് മാറി. യെസ് സബിത, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. Then signing on. Thank you, sir. Sir, signing. Yes, Vidya, you start. I am telling a story. Yes, very good. Story. Yes, sir. Story name: A Good Friend. There lived a parrot in a forest. It was always happy. It sang with his sweet voice and flew all around. One day, a hunter came that way. He was a cruel man. He laid a trap and the poor parrot fell into it. The hunter took the parrot to his village. He sold it to a rich man. The rich man kept the parrot in a cage in his house. The parrot was very sad. It stopped singing and kept crying all day. The parrot started to sing again. Now it used to sing only at night. It sang only sad songs. A bat heard the song. He asked the parrot, "Why do you sing only when it is dark? Why do you sing only sad songs?" The parrot narrated his sad story. The bat felt sorry for the parrot. He told the parrot, "Don't eat anything during the day. I will feed you in the night. After a few days, you can act dead, and I am sure the rich man will let you out." Parrot agreed to the bat's idea. It did not eat anything that the rich man gave him. The bat used to feed the parrot in the nights. Finally, one day the parrot acted dead. The rich man let it out. The parrot was free once again. Thank you, sir. Oh, very good, very good. ഞാൻ കഥ ഏത് വഴിക്കാൻ പോണേ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു. യെസ്, ഓക്കെ. അനിൽ പനച്ചൂരാൻ എന്ന് പറയുന്ന ഒരു കവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യെസ്, കേട്ടിട്ടില്ല. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കവിതയുടെ പേരാണ് വലയിൽ വീണ കിളികൾ. തോന്നുന്നു വലയിൽ ടൈറ്റിൽ മാറിയിട്ടുണ്ടാവും. അപ്പോ അതിൻ്റെ അകത്ത് പറയുന്ന സ്റ്റോറി തന്നെയാണ്. അപ്പോ അതിൻ്റെ അകത്ത് വേടൻ വലയിട്ട് പിടിച്ച കിളികളെ വഴിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം ഈ വേടൻ ഓരോ കിളികളെ
ഓരോ കൂട്ടിലാക്കി വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതുവരെ ഇടക്കിളികളെ പോലെ നടന്നിരുന്ന ഒരു ആൺകിളിയും പെൺകിളിയും ഇവിടെ വെച്ച് എന്ത് ചെയ്യണം, വേർപിരിയണം. അപ്പൊ രണ്ടുപേരും രണ്ട് കൂട്ടിൽ ഇരിക്കണം. ഒരു കൂട്ടില് രണ്ട് കൂട്ടില് ഇവിടെ വല വെച്ച് പിടിച്ച അപ്പൊ രണ്ട് കൂട്ടിൽ ഇങ്ങനെ എടുക്കണം. അപ്പൊ അവിടെ കിടന്നുകൊണ്ട് ആൺകിളി പെൺകിളിയെ നോക്കി പാടുന്ന ഒരു കവിതയുണ്ട്, കേട്ടിട്ടില്ലേ അത്? വലയിൽ വീണ കിളികളാണ് നാം, ചിറകുടിഞ്ഞൊരിണകളാണ് നാം, വഴിവിളക്ക് കണ്ടു. രാത്രിയിലാണ് വിൽക്കാൻ വെച്ചേക്കുന്നത്. വലയിൽ വീണ കിളികളാണ് നാം, ചിറകൊടിഞ്ഞൊരിണകളാണ് നാം, വഴിവിളക്ക് കണ്ടു ചിമ്മുമ്പി വഴിയിലെന്ന് നമ്മൾ പാടണം. വെയിലരിഞ്ഞ വയലില അന്ന് നാം, കൊയ്ത്തുപാട്ട് കേട്ട് പാടവേ നിന്റെ ചിറകിൽ വരികൾ മറന്നുപോയി, മറന്നുപോയി. യെസ്, അങ്ങനെ ഒരു കവിതയുണ്ട്. യെസ്, വിദ്യ പറഞ്ഞപ്പോ ഞാനത് ഓർത്തുപോയതാണ്. യെസ്. അപ്പോ 2-3 കവിതകളൊക്കെ നോട്ട് ചെയ്ത് എപ്പോഴും വെച്ചേക്കണം. സന്ദർഭോചിതമായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ അത് ഉപയോഗിക്കാനൊക്കെ പറ്റും. ഓക്കെ, സോ അവർ സ്റ്റാർട്ടിങ് ഈസ് വെൽ ഡൺ. അപ്പൊ നമ്മൾ ഇന്ന് പുതിയ ഒരു യൂണിറ്റിലേക്ക് പോവുകയാണ്. ദ നെയിം ഓഫ് ദ യൂണിറ്റ്, യൂണിറ്റ് നമ്പർ 9, ദി കണ്ടീഷണൽ സെന്റൻസസ്. യൂണിറ്റ് 9 കണ്ടീഷണൽ സെന്റൻസ്, ഇതിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. യെസ്. അപ്പൊ അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. യെസ്. അപ്പോ ഞാനിപ്പോ ഒരു വാചകം പറയാം, നിങ്ങൾ അതൊന്ന് എഴുതുക. വാചകം ഇതാണ്: when I went there, she was cooking food. When I went there, she was cooking food. Okay, ഇതൊരു വാചകം ഞാനൊരു ഒറ്റ സെന്റൻസ് ഉള്ളൂ. When I went there, she was cooking food. ഈ ഒരു വാചകം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ആൻസർ ചെയ്യും. ഓക്കെ, ഞാൻ ഇതിന്റെ അകത്ത് ഒരു കോം ഇടാൻ മറന്നുപോയി. അപ്പൊ ഞാൻ ഇതിന്റെ കോം ഇടുകയാണെങ്കിൽ എവിടെ ഇടുന്ന ആൻസർ ചെയ്യും? വെൻ കഴിഞ്ഞ് വരുന്നേ, വെൻ കഴിഞ്ഞിട്ട് കോം ഇടണം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. യെസ് 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 യെസ്. വിദ്യ, എവിടെ ഇടണം കോമ? വിദ്യയുടെ അഭിപ്രായം എന്താണ്? വെൻ കഴിഞ്ഞിട്ട് കോമ വരും. വെൻ കഴിഞ്ഞിട്ട് കോമ ഇടണം. വെൻ കഴിഞ്ഞിട്ടാണ് വെൻ വെൻ വെൻ. ഓക്കെ ഓക്കെ. അപ്പൊ ആൻസിന്റെ അഭിപ്രായം തന്നെയാണ് വിദ്യക്കുള്ളത്. ഐഷ, എവിടെയാ കോമ ഇടണ്ടേ? വെന്റ് ദയർ കഴിഞ്ഞിട്ട് കോമ ഇടണം. ദയർ കഴിഞ്ഞിട്ട്. ഓ, അപ്പൊ ആൻസിയും വിദ്യയും വെൻ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. ഐഷ പറഞ്ഞത് ദയർ കഴിഞ്ഞിട്ടാണ്. ഞാൻ ഒരാളോടും കൂടി ചോദിക്കാം. നർമിത അഭിപ്രായം ഒന്ന് ഫൈനൽ ആയിട്ട്. കഴിഞ്ഞ ശേഷം കോമ ഇടണം. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരും മനസ്സിലൊരു സ്ഥലത്ത് കോമ ഇട്ട് നിർത്താം. ഓക്കെ, ഇവിടെ നോക്കി. വെൻ ഐ വെന്റ് ദയർ, ഞാൻ അവിടെ ചെന്നപ്പോൾ, ഷീ വാസ് കുക്കിംഗ് ഫുഡ്, അവൾ എന്ത് ചെയ്യായിരുന്നു? ഭക്ഷണം പാകം ചെയ്യുകയാണ്. സെന്റൻസ്. ഞാൻ അവിടെ ചെന്നപ്പോൾ, അത് കഴിയുമ്പോൾ നമുക്കൊരു കോമിഡ. യെസ്, വെൻ എന്ന് പറയുമ്പോൾ എപ്പോൾ എന്ന് മാത്രമായി പോകും. അപ്പൊ ആൻസി, വിദ്യ, ദയർ കഴിഞ്ഞിട്ട് കോമിഡ. വെൻ ഐ വെന്റ് ദയർ, ഞാൻ അവിടെ ചെന്നപ്പോൾ. അടുത്തതാണ് ഷീ വാസ് കുക്കിംഗ് ഫുഡ്. അപ്പൊ നമ്മളിത് നോക്കിക്കഴിയുമ്പോൾ ഇറ്റ് ഈസ് എ വൺ സെന്റൻസ്. ഇതൊരു സെന്റൻസ് ആണ്. ഇതൊരു സെന്റൻസ് ആണെങ്കിലും ഇതിന് നമുക്ക് 2 ചെറിയ കഷ്ണങ്ങളാക്കാം. ഏതൊക്കെ? ഒന്ന്, വെൻ ഐ വെന്റ് ദയർ വരെ ഒരു കഷ്ണം, ഷീ വാസ് കുക്കിംഗ് ഫുഡ് എന്നുള്ളത് രണ്ടാമത്തെ കഷ്ണം. അങ്ങനെ 2 കഷ്ണങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ ഇതൊരു ബിഗ് സെന്റൻസ് ആയിട്ട് മാറും. ചിലപ്പോൾ ചില സെന്റൻസുകളെ 2ൽ കൂടുതലാക്കാൻ പറ്റും. ചിലപ്പോൾ ചില സെന്റൻസുകളെ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ഒറ്റ ക്ലോസ് ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ഒരു ഭാഗമൊക്കെ പറ്റുള്ളൂ, മുറിക്കാൻ പറ്റാത്ത ടൈപ്പ് ഉണ്ടാവും. യെസ്, അപ്പൊ അങ്ങനെയൊക്കെ വരാം. അപ്പൊ ഇവിടെ നമ്മൾ ഈ കഥയിൽ നമ്മൾ 2ആയിട്ട് വിഭജിച്ചു. ഒന്ന്, വെൻ ഐ വെന്റ് ദയർ, ഷീ വാസ്
കുക്കിംഗ് ഫുഡ്. അപ്പൊ വെൻ ഐ വെന്റ് ദയർ വരെയുള്ള അത്രയും ഭാഗത്ത് പറയുന്ന പേരാണ് ക്ലോസ് എന്ന് പറയും. ക്ലോസ് എന്ന് പറയും ക്ലോസ്. ആ ക്ലോസ് എന്ന് പറഞ്ഞാൽ CLOSE ക്ലോസ് അല്ല. ആ ക്ലോസിന്റെ അർത്ഥം എന്താണ്? അവനെ അങ്ങനെ തട്ടിയെന്ന് പറയുന്നത്, ക്ലോസ് ചെയ്തെന്ന് പറയുന്നത് ആ ക്ലോസ് ആണ്. CLAUSE ക്ലോസ്, ഇംഗ്ലീഷിലെ ക്ലോസ് ആണ്. യെസ്. അപ്പൊ വെൻ ഐ വെന്റ് ദയർ എന്ന് പറയുന്നത് അത്രയും വരെ ഒരു ക്ലോസ്. ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് വേറൊരു ക്ലോസ്. അപ്പൊ നമുക്ക് പറയാം ഈ സെന്റൻസിന്റെ അകത്ത് 2 ക്ലോസുകൾ ഉണ്ട് എന്ന് പറയും. ഇനി ചില സെന്റൻസിന്റെ അകത്ത് ഒരു ക്ലോസേ ഉണ്ടാവുള്ളൂ, ചില സെന്റൻസിന്റെ അകത്ത് 2ൽ കൂടുതൽ ഉണ്ടാവാം. അപ്പൊ നമുക്ക് പറയാം ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ ഒന്നിലധികമോ ക്ലോസുകൾ ചേരുമ്പോഴാണ് അതൊരു സെന്റൻസ് ആയിട്ട് മാറുന്നത്. കിട്ടിയല്ലോ. സോ വി ക്യാൻ സേ എ സെന്റൻസ് കൺസിസ്റ്റ് ഓഫ് 1 or more than 1 clauses. ഒരു ക്ലോസോ ഒന്നിലധികമോ ക്ലോസുകൾ ചേർന്ന് കഴിയുമ്പോൾ ദാറ്റ് ഈസ് എ സെന്റൻസ്. എന്തായിട്ട് മാറുന്നു? ഒരു സെന്റൻസ് ആയിട്ട് മാറും. യെസ്. ഓക്കെ. ആരതി? ഓക്കെ. ആരതി മനസ്സിൽ വിചാരിച്ചല്ലേ എന്ത് കുറിച്ചാണാവോ എന്റെ നേരെ വരാൻ പോണെന്നല്ലേ? യെസ്. എന്നൊരു സുഖമുള്ള ചോദ്യമാണ്. ഡോണ്ട് വറി. ഓക്കെ ആരതി, ഇത് ഞാനിങ്ങനെ പറയുമ്പോഴേ നിങ്ങളത് മറന്നു പോകില്ല, നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടാവും. യെസ്. ഓക്കെ. ഞാൻ ഇതിനകത്ത് ആദ്യത്തെ ക്ലോസ് എടുക്കുകയാണ്. വെൻ ഐ വെന്റ് ദയർ. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവും. ബാക്കി നമ്മൾ ഷീ വാസ് സ്ലീപ്പിംഗ് എന്നുള്ളത് നമ്മൾ പറയുന്നില്ല, അത്രേ പറയുന്നുള്ളൂ. വെൻ ഐ വെന്റ് ദയർ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുകയാണ്. അത്രയും പറഞ്ഞാൽ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളതാണ് ആരതിയോടുള്ള ചോദ്യം. ഇല്ല സാർ. ഇല്ല. യെസ്. അപ്പൊ നമുക്ക് സബിതയുടെ അഭിപ്രായം കൂടി എടുക്കാം. സബിത, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ആരതിയുടെ അഭിപ്രായത്തോട് യോജിക്കാം, വിയോജിക്കാം? ഇല്ല, കംപ്ലീറ്റ് ആവുന്നില്ല. കംപ്ലീറ്റ് ആവുന്നില്ല. രണ്ടുപേരും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ എതിര് പറയാനാണ്? കറക്റ്റ് ആണ്. കാരണം വെൻ ഐ വെന്റ് ദയർ എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ അവിടെ ചെന്നപ്പോൾ. ഒരാളെ വിളിച്ചിട്ട് ആരതി പറയാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് ബാക്കി പറയാതെ പോയി കഴിഞ്ഞാൽ ആളെന്ന് വിചാരിക്കും ഇന്നലെ വരെ ആരതിക്ക് ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ, നേരം വെളുത്തതിന് ശേഷമാണ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത് ഇന്നലെ വിചാരിക്കുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ആവുന്നില്ല, അത്രയും പറയും. അങ്ങനെ ഒരു ക്ലോസ് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ അർത്ഥം പൂർത്തിയാകുന്നില്ല എങ്കിൽ ആ ക്ലോസിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. മറക്കണ്ട, സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു സെന്റൻസിൽ ഒന്നോ ഒന്നിൽ കൂടുതലോ ക്ലോസുകൾ ഉണ്ടാവും. ആ ക്ലോസുകളിൽ അർത്ഥം പൂർത്തിയാകുന്നില്ല എങ്കിൽ ആ ക്ലോസിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. സബോർഡിനേറ്റ് ക്ലോസ് പേര് മറക്കണം. ഈ സബോർഡിനേറ്റ് ക്ലോസിനെ തന്നെ വേറൊരു പേര് കൂടി പറയും, ഡിപ്പെൻഡിങ് ക്ലോസ്. രണ്ടും സെയിം ആണ്. അപ്പൊ പല പേരുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞാൽ മതി. തൽക്കാലം ഇപ്പൊ സബോർഡിനേറ്റ് ക്ലോസ് മനസ്സിൽ വിചാരിച്ചു വെച്ചു. യെസ്. അപ്പൊ നമുക്ക് പറയാം സ്പെല്ലിംഗ് എന്ന് പറയും, വേർഡ് മനസ്സിലാകുന്നില്ല. സബോർഡിനേറ്റ്. അതെ. സബ്, SUBORDINATE. യെസ്, സബോർഡിനേറ്റ്. അപ്പൊ നോക്കാം, നമുക്ക് കുറെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാനിത് കണ്ടീഷൻ ക്ലോസിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ട് വേണം അങ്ങോട്ട് കടക്കാൻ. അല്ലെങ്കിൽ അവിടെ വരുമ്പോഴല്ല നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും, അല്ലാത്തവര് ഒരു വിഷയം മൊത്തം കൺഫ്യൂഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം അങ്ങോട്ട് കടക്കുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞ മറ്റേ സംഭവമാണല്ലേ നമുക്ക് മനസ്സിലാവും. യെസ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കി. അപ്പൊ ഇനി നമ്മൾ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ജിൻസി. ഓക്കെ. അപ്പോ ഇവിടെ നോക്കാം, ഞാൻ ഇവിടെ എഴുതിയേക്കുന്ന വാചകം വെൻ ഐ വെന്റ് ദയർ ഷീ വാസ് സ്ലീപ്പിംഗ് എന്നായിരുന്നു. അതില് വെൻ ഐ വെന്റ് ദയർ എന്നുള്ള ഞാൻ ഒഴിവാക്കി, ബാക്കി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഷീ വാസ് സ്ലീപ്പിംഗ്. എന്റെ ചോദ്യം ഇതാണ്, ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് കംപ്ലീറ്റ് ആകുമോ ഇല്ലയോ? അത് കംപ്ലീറ്റ് ആവുന്നുണ്ട് സാർ. അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കംപ്ലീറ്റ് ആണ് സാർ മീനിങ്. മീനിങ് കംപ്ലീറ്റ് ആണ്. ഓക്കെ. ജയ്മോളെ അഭിപ്രായം എന്താണ്? കംപ്ലീറ്റ് ആവും സർ. കംപ്ലീറ്റ് ആവും. ഓക്കെ, ധൈര്യമായിട്ട് പറഞ്ഞു. കറക്റ്റ് ആണ്. ഇവിടെ രണ്ടുപേരും പറയാണ് വെൻ ഐ വെന്റ് ദയർ എന്നുള്ളത് പറയാതെ
ഷീ വാസ് കുക്കിംഗ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് കംപ്ലീറ്റ് ആണ്. അപ്പൊ നോക്കിയാൽ അതിന്റെ അർത്ഥം എന്താണ്? ഷീ വാസ് കുക്കിംഗ് ഫുഡ് മാത്രമേ അവൾ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. കംപ്ലീറ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെ സെന്റൻസിന്റെ അകത്ത് ഒരു ക്ലോസ് എടുത്തിട്ട് ആ ക്ലോസ് മാത്രം പറയുമ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ്, MAIN, മെയിൻ ക്ലോസ്. മറക്കരുത്, മെയിൻ ക്ലോസ്. അപ്പോ ഞാനിപ്പോ ഈ മെയിൻ ക്ലോസിനെ തന്നെ വേറൊരു പേരും കൂടി പറയും. അതിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്ലോസ്. ഒരു കോളേജ് എടുത്തു കഴിഞ്ഞാല് ആ കോളേജിലെ പ്രധാനപ്പെട്ട ആളാരാണ്? പ്രിൻസിപ്പൽ അല്ലേ? അപ്പൊ നമുക്ക് അത് ഓർത്ത് വെച്ചാൽ പ്രധാനപ്പെട്ട ആള് മെയിൻ ക്ലോസ്, പ്രിൻസിപ്പൽ ക്ലോസ്. തൽക്കാലം ഇപ്പൊ നമുക്ക് ഈ രണ്ട് പേരുകൾ ഓർത്തിരിക്കാം. അർത്ഥം പൂർത്തിയാകുന്നില്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ്, അർത്ഥം പൂർത്തിയാവുകയാണെങ്കിൽ മെയിൻ ക്ലോസ്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സെന്റൻസ് ഒന്നും കൂടി ഞാൻ എടുക്കണം. ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ അതില് ഒന്നോ ഒന്നിലധികമോ ക്ലോസുകൾ ഉണ്ടാവാം. അതിൽ മെയിൻ ക്ലോസുകൾ ഉണ്ടാവാം, സബോർഡിനേറ്റ് ക്ലോസുകൾ ഉണ്ടാവാം. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാകുന്ന ക്ലോസുകളാണ്. അർത്ഥം പൂർത്തിയാകുന്നില്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ ഇത്രയും പിടികിട്ടിയില്ലേ? യെസ്, എന്താണ് പിടികിട്ടി? ഓക്കെ 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 യെസ്, നമ്മൾ അങ്ങനെ എത്തിയിട്ടില്ല, നമുക്ക് അങ്ങനെ എത്താം. യെസ് സാർ, ഇതെല്ലാം അഡ്ജക്റ്റീവ് ക്ലോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു സാർ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ആരതി, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി അടുത്തത് ഞാൻ വേറൊരെണ്ണം പറയണം. സെന്റൻസ് ഇതാണ്. ഇഫ് യു വർക്ക് വെൽ, ഇഫ് യു വർക്ക് വെൽ, WORK, you will pass. If you work well, you will pass. Yes, ഇതൊരു വാചകം ഞാൻ പറയാം. അപ്പോ ഹരിത ആർ ഇതിന്റെ അകത്ത് ഞാനത് കോമ ഇടാൻ വിട്ടുപോയി. എന്താണാവോ കോമ ഇടാൻ വിട്ടുപോയി? എവിടെയാണ് കോമ ഹരിത? വെൽ കഴിഞ്ഞിട്ട് കോമ ഇട്ടു. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇനി ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ അകത്ത് അപ്പൊ രണ്ട് ക്ലോസ് ആയി. വെല്ല് കഴിഞ്ഞിട്ട് കോമ ഇടാൻ പറ്റുന്ന കറക്റ്റ് ആൻസർ. ഇതിനകത്ത് മെയിൻ ക്ലോസ് ഏതാണ്, സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്? അങ്ങനെ രണ്ട് മെയിൻ ക്ലോസ് ആണോ, രണ്ട് സബോർഡിനേറ്റ് ക്ലോസ് ആണോ? ഇത് തുടങ്ങി പറയാം. ഇഫ് യു വർക്ക് വെൽ, സബോർഡിനേറ്റ് ക്ലോസ് അതെ. യു വിൽ ഫസ്റ്റ്, അത് രണ്ടും മെയിൻ ക്ലോസ് അല്ലേ? ഡൗട്ടുണ്ട് സാർ. ഓക്കെ ഓക്കെ, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, ഇഫ് യു വർക്ക് വെൽ, നീ നന്നായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ, വർക്ക് ചെയ്യുകയാണെങ്കിൽ യു വിൽ പാസ്, നീ പാസ് ആകും. അതാണ് അതിന്റെ അർത്ഥം. യെസ്, നീ ആലോചിച്ച് നോക്കി. രണ്ടും മെയിൻ ക്ലോസ് ആണ്. അല്ല, രണ്ടും സബോർഡിനേറ്റ് ക്ലോസ് അല്ലേ? രണ്ട് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് ഒരാളെ കൂടെ അഭിപ്രായം ചോദിക്കും. വിദ്യ ജോബി. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അഭിപ്രായം പറയൂ. ഗുഡ് മോർണിംഗ് സർ. എൻ്റെ അഭിപ്രായം അത് രണ്ടും സബോർഡിനേറ്റ് ക്ലോസ് ആണ്. രണ്ടും അല്ല, മെയിൻ ക്ലോസ് അല്ല, കംപ്ലീറ്റ് ആകാത്തതാണ് രണ്ടും. രണ്ട് സബോർഡിനേറ്റ് ക്ലോസ് ആണ് അല്ലേ? യെസ്. അപ്പൊ ഹരിത അഭിപ്രായം തന്നെയാണ് വിദ്യക്കുള്ളത്. പറഞ്ഞോളൂ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഞാനും സബോർഡിനേറ്റ് ഇതാണ് പറയണത്. എന്നുവെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ സാർ, ചെയ്താലിനുള്ള ഇതല്ലേ വന്നേക്കണത്. വർക്ക് ചെയ്താലല്ലേ, കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. എനിക്ക് ആ സംഗതി കിട്ടിയാൽ മതി. മനസ്സിൽ വിചാരിച്ചു ആൻസർ എന്ത് പറഞ്ഞു? എന്താണ് ഇതിന്റെ ആൻസർ? ഇതിനകത്ത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. രണ്ടും മെയിൻ ക്ലോസ് ആണ്. അല്ലെങ്കിൽ ഒന്ന് രണ്ടും സബോർഡിനേറ്റ് ക്ലോസ് ആണ്. രണ്ട് സബോർഡിനേറ്റ്. അപ്പൊ ഹരിതയും പറയുന്നു രണ്ട് സബോർഡിനേറ്റ്, വിദ്യയും പറയുന്നു രണ്ട് സബോർഡിനേറ്റ്, ധന്യയും പറയുന്നു രണ്ട് സബോർഡിനേറ്റ്. ഫാത്തിമയോട് ചോദിക്കും. ഫാത്തിമ കറക്റ്റ് പറയും. ഫാത്തിമ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ശരിക്കും ചിന്തിച്ചിട്ട് പറയണേ. നീ
ആണെങ്കിൽ പാസ്സാവും. ആദ്യത്തേത് സബോർഡിനേറ്റ് ക്ലോസും രണ്ടാമത്തേത് മെയിൻ ക്ലോസും. യെസ്, വെരി ഗുഡ്. ഓക്കെ, ആദ്യത്തേത് സബോർഡിനേറ്റ് ക്ലോസും രണ്ടാമത്തേത് മെയിൻ ക്ലോസും. അതാണ് കറക്റ്റ്. നോക്കി, നമുക്ക് അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ശ്രദ്ധിച്ചു നോക്കി. ഒരാളോട് നമ്മൾ പറയണം, തോണ്ടിയിട്ട് പറയണം, നീ പഠിക്കുകയാണെങ്കിൽ ബാക്കി പറയേണ്ടത് നമുക്ക് പോകും. അപ്പൊ അവരുടെ വിചാരിക്കുക ബാക്കി പറഞ്ഞില്ല, പഠിക്കുകയാണെങ്കിൽ മാത്രം പറഞ്ഞിട്ട് പോയല്ലോ വിചാരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നില്ല. കാരണം നമ്മൾ വെൽ കഴിഞ്ഞിട്ടാണ് കോമെന്റ് ആക്കുന്നത്. നീ പഠിക്കുകയാണെങ്കിൽ, യെസ്, അപ്പൊ അർത്ഥം പൂർത്തിയാവുന്നില്ല. അതിനെ നമ്മൾ എന്ത് പറയാ? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയാം. ഇനി അതില്ല, ബാക്കി മാത്രമേ ഉള്ളൂ. നീ പാസ്സാകും. കറക്റ്റ് അല്ലേ? അങ്ങനെ കംപ്ലീറ്റ് അല്ലേ? ഒരു കുട്ടിയോട് നീ പാസ്സാകും എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ആണ്, മീനിങ് കംപ്ലീറ്റ് ആണ്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എല്ലാ സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പൊ നീ പാസ്സാകും എന്നുള്ളത് ഏതാണ്? അത് മെയിൻ ക്ലോസ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു മെയിൻ ക്ലോസ് ഉണ്ട്, ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ യെസ്, നമുക്ക് ഇതൊന്നുമല്ല പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത്. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് എത്താൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ മാത്രം. യെസ്, അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്, ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കുക. യെസ്, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അങ്ങനെ വെർബിന്റെ 3 ഫോം പറയാറുണ്ട്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. V1, V2, V3 എന്ന് പറയുന്ന അതേ സംഗതിയാണ് ഇത്. V1, V2, V3 അങ്ങനെ പറയാറുണ്ട്. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ വെച്ച് ഈ വെർബിന്റെ 3 ഫോമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു 12 ടെൻസിന്റെ ഫോം ഉണ്ടാക്കാൻ പറ്റും. 12. അപ്പൊ ഇംഗ്ലീഷില് ആര് വർത്താനം പറഞ്ഞു കഴിഞ്ഞാലും, സംസാരിച്ചു കഴിഞ്ഞാലും, ഈ 12 ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും സംസാരിക്കുക. ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും സംസാരിക്കുക. അത് അങ്ങനെ വരും. ഇതല്ലാതെയുള്ള വേറെ ടെൻസുകളില്ല. ഞാൻ ജസ്റ്റ് എന്റെ പേരൊന്ന് പറയുകയാണ്. സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ ഒരു 12 ആണ്. നമ്മൾ എന്ത് ഡയലോഗ് പറഞ്ഞതിനകത്ത് ഏതെങ്കിലും ടെൻസ് ആയിരിക്കും. അറിയാണ്ട് അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്താണ് എല്ലാ സെൻറ്റൻസും ഉള്ളത്. യെസ്, അപ്പൊ ഞാനിപ്പോ വേണമെങ്കിൽ വെറുതെ ഒരു വാക്കെടുത്ത് പോകുക എന്ന് പറയുന്ന വാക്കെടുത്ത് ഗോ, പോകുക. അപ്പൊ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുമ്പോൾ പോകുന്നു എന്നർത്ഥം വരും. സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുമ്പോൾ പോയി എന്ന് വരും. സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ പോകും എന്ന് വരും. പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയാകുന്നു എന്ന് വരും. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുകയായിരുന്നു എന്ന് വരും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ പോവുക ആയിരിക്കും എന്ന് വരും. പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോൾ പോയി കഴിഞ്ഞു എന്ന് വരും. പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വരും. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് വരും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോയിക്കൊണ്ടേയിരിക്കുകയാകുന്നു എന്ന് വരും. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് വരും. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പോയിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. അപ്പൊ ഗോ എന്ന് പറയുന്ന ഒറ്റ വേർഡ് നമ്മൾ ഈ 12 ടെൻസിലൂടെ പോകുമ്പോൾ 12 രീതിയിലാണ് അർത്ഥം. കണ്ടോ? യെസ്, ഈ പറഞ്ഞ 12 ഏതെങ്കിലും മോഡലിലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാം. അവള് വരാറുണ്ട്, നീ എടുക്കാറുണ്ട്, ഞാൻ പോയി, അല്ലേ? ഇതെല്ലാം അപ്പോ ഈ 12 ടെൻസുകളിലെ ഇംഗ്ലീഷിൽ ഒരു വാചകം നമുക്ക് എഴുതാനേ പറ്റും. ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പഠിപ്പിക്കുന്നത് ഈ ടെൻസുകളെ കുറിച്ചും പ്രീവിയസ് ടെൻസിനെ കുറിച്ചാണ്. അത് വേറൊരു സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വേറൊരു സംഗതിയാണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഈ 12 ടെൻസിനെ കുറിച്ച് പറഞ്ഞത്, ഇത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ടെൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അവിടെ എടുക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. തൽക്കാലം നമുക്ക് ഇതിന്റെ അകത്ത് 2-3 ടെൻസുകൾ ഒന്ന് അറിഞ്ഞിരിക്കും. അത് അറിഞ്ഞിരിക്കാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ മാത്രമേ ഈ യൂണിറ്റ് 9-ലെ കണ്ടീഷൻ കോഴ്സ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് വേണ്ടിയിട്ട് 2-3 എണ്ണം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് അറിഞ്ഞിരിക്കാം. യെസ്, അപ്പൊ ആ 2-3 എണ്ണത്തില് ആദ്യത്തെയാണ് സിമ്പിൾ പ്രസന്റ്. അപ്പൊ ഒരു ഹെഡിങ് കൊടുത്ത് സിമ്പിൾ പ്രസന്റ്.
സിമ്പിൾ പ്രസന്റ് ഹെഡിങ്. യെസ്, പറഞ്ഞില്ലേ സിമ്പിൾ പ്രസന്റ്. അപ്പോ ഒരു വാചകം കണ്ടു കഴിയുമ്പോൾ ഇത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് എങ്ങനെ മനസ്സിലാവും? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് തുടക്കത്തിലെ പറഞ്ഞൊരു വാചകമുണ്ട്. ഞാൻ ഇന്നലെ രാവിലെ പറവൂരിൽ വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ടടിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടക്കത്തിലെ ഡിസ്കസ് ചെയ്ത സംഗതിയാണ്. അപ്പൊ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു വേർഡ് ഓർത്ത് വെക്കാൻ, SVOMPT, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഈ ഒരു ക്രമം ഓർത്ത് വെച്ച് നമുക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷ് അറിയാം, തുടക്കക്കാർക്ക് എഴുതാന്ന് പറഞ്ഞു. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസ് സബ്ജക്റ്റ്, പ്രവൃത്തി ചെയ്ത ആള്. വി വെർബ്, അയാൾ ചെയ്ത പ്രവൃത്തി. ഓ ഓബ്ജക്റ്റ്, ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനർ, എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. പി എന്ന് പറഞ്ഞാൽ പ്ലേസ്, എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം, എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. ഈ രീതിയിൽ നമ്മൾ പറഞ്ഞു പോകാൻ നമ്മൾ പറഞ്ഞു. യെസ്, അന്ന് ഞാൻ പറഞ്ഞതില് ആദ്യത്തെ രണ്ടെണ്ണം മാത്രം ഞാൻ എടുക്കുന്നത്. SVOMPTയില് SVM, സബ്ജക്റ്റും വെർബും ഞാൻ എടുക്കുന്നത്. അപ്പൊ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റും വെർബും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് സിമ്പിൾ പ്രസന്റിലാണോ ഏത് ടെൻസിലാണ് ആ സെന്റൻസ് എഴുതിയിട്ടുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സബ്ജക്റ്റ് നോക്കണം, വെർബ് നോക്കിയല്ല നമുക്കത് പറയാൻ പറ്റും. യെസ്, അതെങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. എഴുതിക്കും. അതിന്റെ അടിയിൽ ഇപ്പൊ സിമ്പിൾ പ്രസന്റ് അടിയിൽ എസ് പ്ലസ് എസ്, വെറുതെ എസ്, സബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് എസ്, പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം വി എന്നാണ്. എസ് പ്ലസ് വി, ബ്രാക്കറ്റില് വിയുടെ ബ്രാക്കറ്റില് പ്രസന്റ് ടെൻസ് എന്നതാണ്. പ്രസന്റ് ടെൻസ്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ്, വെർബ്, പ്രസന്റ് ടെൻസ്. ഓക്കെ, ഇനി അത് എന്താണെന്ന് പറയാം. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ഉപയോഗിച്ചിട്ടുണ്ടോ നോക്കണ്ട, അതിന്റെ അകത്ത് നോക്കണ്ട. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന വെർബ് പ്രസന്റ് ടെൻസിലുള്ള വെർബാണെങ്കിൽ, V1ന്റെ അടിയിൽ വരുന്ന വെർബാണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഞാൻ എക്സാമ്പിൾ പറയാം. ഐ സബ്ജക്റ്റ് ആണ്, ഡ്രിങ്ക് പ്രസന്റ് ടെൻസ്, ഐ ഡ്രിങ്ക്. പിന്നെ ഞാൻ ആ സെന്റൻസ് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഐ ഡ്രിങ്ക് ടീ, ഒരു ചായ എന്ന് കുടിച്ച ഐ ഡ്രിങ്ക് ടീ. യെസ്, ഇനി വേണമെങ്കിൽ അപ്പൊ ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ആണ്. അപ്പോ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസ്. അപ്പൊ ഐ ഡ്രിങ്ക് ടീ എന്നുള്ള സിമ്പിൾ പ്രസന്റ് ആണ്. ഞാൻ വേറെ അടുത്ത് പറയുന്നത് ഐ സബ്ജക്റ്റ്, പഠിപ്പിക്കല് ടീച്ച്, അത് പ്രസന്റ് ടെൻസ് ആണ്. ഐ ടീച്ച് ഇംഗ്ലീഷ് ഗ്രാമർ. സബ്ജക്റ്റും വെർബ് നോക്കിയാൽ മതി നിങ്ങൾ. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണോ അപ്പൊ അത് സിമ്പിൾ പ്രസന്റ് ആണ്. യെസ്, അപ്പൊ ഒരു സെന്റൻസ് സിമ്പിൾ പ്രസന്റിലാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അതിന്റെ സബ്ജക്റ്റ് നോക്കുക, വെർബ് നോക്കുക. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന വെർബ് പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ അതെന്തായിരിക്കും? അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയണം. ഐ വെന്റ് ടു ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനു സിമ്പിൾ പ്രസന്റ് ആണോ? അത് സിമ്പിൾ പാസ്റ്റ് ആയി പോകും. വെരി ഗുഡ്, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, ഗോ ആണ് പ്രസന്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്താണ്? വെന്റ് ആണ്. പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പാടില്ല. ആ പ്രസന്റ് ടെൻസിന്റെ അടിയിലുള്ള വേർഡുകൾ മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലാണ്ട് മാറ്റി ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ മാത്രമേ അത് എന്താവുള്ളൂ, സിമ്പിൾ പ്രസന്റ് ആവുള്ളൂ. യെസ്, പ്രവീണ ഒരു 2-3 സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു. പ്രവീണ രാജ്. ഓക്കെ, ഗുഡ് മോർണിംഗ് സർ. സിമ്പിൾ പ്രസന്റിന്റെ ഓക്കെ. അപ്പൊ എല്ലാവരും ഓർത്തിരിക്കുക, നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് വെച്ചോ. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ളതൊന്നും ഉപയോഗിക്കില്ല, അതിലൊന്നും കുഴപ്പമില്ല. സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഓക്കെ, കണ്ടിന്യൂ. ഐ കുക്ക് ഫുഡ്.
ഐ കുക്ക് ഫുഡ്. കറക്റ്റ് ആണ്. വെരി ഗുഡ്. വേറെ Okay. എല്ലാം ഐ തന്നെ വേണ്ട. മാറ്റി പിടിച്ചോ. സബ്ജക്റ്റ് ഒക്കെ ഐ എന്നുള്ള മാറ്റി യു, ദേ, വി, ഷീ, ഹി മാറ്റി പിടിച്ചോ. യെസ്. She sing a song. She sing a song. Yes. Okay. ഇവിടെ ഒരു കാര്യം കൂടി എപ്പോഴും ശ്രദ്ധിച്ചോ. അത് ഞാൻ കോമൺ ആയിട്ട് പറയുന്നത് ശ്രദ്ധിച്ചോളാം. അതായത് ഇപ്പൊ ഇവിടെ പ്രവീണ് പറഞ്ഞു ഐ സിംഗ് എ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയാണ്. ഷീ സിംഗ് എ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോയി സാറേ. ഓക്കെ, സോറി. മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഓക്കെ, പ്രവീണിന്റെ കുഴപ്പമില്ല, നോ പ്രോബ്ലം. പ്രവീണക്ക് മിസ്റ്റേക്ക് മനസ്സിലായി സ്വയം. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. വരും. അപ്പൊ ഞാൻ അറിയാൻ പാടില്ലാത്തതോട് പറയുന്നു. യെസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഐ സിംഗ് എന്ന് പറഞ്ഞാൽ ശരിയും ഷീ സിംഗ് എന്ന് പറയുമ്പോൾ എന്തോ തെറ്റിനെന്ന് വിചാരിക്കും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സാഹിബ് ഇംഗ്ലീഷ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്റെ കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അതിന്റെ അത് സാഹിബ് പറഞ്ഞു ഈ സബ്ജക്റ്റ് എന്ന് പറയുന്ന സംഗതി അത് ഒരാളുള്ളെങ്കിൽ, ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകവചനം സിംഗുലർ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ആ പ്രസന്റൻസിന്റെ കൂടെ ഒരു എസ് കൂടി ചേർത്ത്. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ വേണ്ട, എസ് ചേർക്കില്ല. ഒരാളുള്ളെങ്കിൽ അത് സിംഗുലർ ആണ്, ഒരു എസ് ചേർക്കുക. ഇപ്പോ നേരത്തെ പ്രവീണ പറഞ്ഞു അവൾ പാടുന്നു. അവൾ എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? ഒരാളെ ഉള്ളൂ. ആ ഒരാളുള്ളത് കൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ഒരു എസ് കൂടി ചെയ്യണം. ഷീ സിംഗ്സ് എന്ന് പറയുമ്പോൾ ശരിയാവും. അവൻ പാടുന്നു എന്നാണെങ്കിലും അവൻ എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? ഒരാളെ ഉള്ളൂ. അപ്പൊ ഹി സിംഗ്സ്, SING, ഒരു എസ് കൂടി ചേർക്കണം. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ എസ് ചേർക്കേണ്ട. ആ വാക്ക് തന്നെ പറഞ്ഞു. ഒരാളുള്ളെങ്കിൽ ഒരു എസ് ചേർക്കണം. എനി ഡൗട്ട്? യെസ്. ഇപ്പൊ ഞാൻ പ്രതീക്ഷിച്ചൊരു ഡൗട്ട് ഉണ്ട്, പക്ഷെ ആരും ചോദിച്ചില്ല. സാറ് പറഞ്ഞു ഒരാളുള്ളെങ്കിൽ എസ് ചേർക്കണമെന്ന് പറഞ്ഞു. ഞാൻ പാടാറുണ്ട് എന്ന് പറയുമ്പോ ഞാൻ എന്ന് പറയുന്നതിലും ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ ഐ സിംഗ് എന്ന് പറയാന്ന് പറഞ്ഞല്ലോ. എന്ത് പറഞ്ഞാലാണ് സാർ അങ്ങനെ പറഞ്ഞത്? ആരെങ്കിലും ചോദിക്കുന്ന വിചാരിച്ചു. എന്താ ചോദിക്കേണ്ടത്? പോട്ടെ, ചോദിച്ചില്ല. മനസ്സിൽ ചിന്തിച്ച എത്ര പേരുണ്ട്? അത് ചിന്തിച്ചില്ലേ? യെസ്. ചോദിക്കാനുള്ള മടി കൊണ്ട് ചോദിച്ചില്ല, എങ്കിലും മനസ്സിൽ. അവൾ പാടാറുണ്ടെന്ന് പറയുമ്പോ അവൾ എന്ന് പറയുമ്പോ ഒരാളുള്ളൂ, എസ് ചേർക്കണം. ഞാൻ പാടാറുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ. അപ്പോഴും സിംഗല്ലല്ലോ, സിംഗ്സ് അല്ലേ വരേണ്ടത് എന്ന് ഒരു സംശയം ചോദിക്കാമായിരുന്നു. നേരത്തെ നർമ്മിത പറഞ്ഞില്ലേ ഐ കുക്ക് ഫുഡ്. ഐ എന്ന് പറയുമ്പോൾ ഞാൻ, അപ്പൊ കുക്ക് എന്നുള്ള കൂടി ഒരു എസ് കൂടി ചേർത്ത് കുക്സ് എന്നല്ലേ പറയേണ്ടിയിരുന്നത്. കുക്ക് എന്നാണല്ലോ പറഞ്ഞപ്പോ സാധാ വെരി ഗുഡ് പറഞ്ഞല്ലോ എന്ന് ചോദിക്കാമായിരുന്നു. ഞാൻ നിങ്ങൾ പ്രതീക്ഷിച്ച ചോദ്യം അതായിരുന്നു. യെസ്. ഓക്കെ. അപ്പോ അവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, അതിന്റെ വലിയ നിയമങ്ങളിലേക്ക് പോയിട്ട് ഐയുടെ കൂടെ എസ് ചേർക്കില്ല. അതൊരു എക്സെപ്ഷൻ കേസാണ്. നിങ്ങൾ മനസ്സിലോർത്തിരിക്കുക. ഐയുടെ കൂടെ അത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ അങ്ങനെയൊക്കെ ഉണ്ട്. ഐയുടെ കൂടെ ഐ എന്ന് പറയുമ്പോൾ, ഞാൻ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളെങ്കിലും ഐയുടെ കൂടെ എന്ത് ചേർക്കില്ല? എസ് ചേർക്കില്ല. അപ്പൊ ഇതറിയാണ്ട് നമ്മൾ ആ നിയമം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്. യെസ്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണോ, അത് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണെങ്കിൽ ഒരു എസ് കൂടി ചേർക്കണം. പക്ഷെ ഐ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ. അപ്പോ എന്ത് ചേർക്കണ്ട? എസ് ചേർക്കണ്ട. ഡൗട്ടില്ലല്ലോ? യെസ്. ഡൗട്ടില്ലാന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ പ്രതീക്ഷിച്ച വേറെ സംശയമുണ്ട്. ആരും ചോദിച്ചില്ലല്ലോ. എന്താണെന്നറിയാം? ഞാൻ പ്രതീക്ഷിച്ചു ആരെങ്കിലും ചോദിക്കുമെന്ന് ചോദിച്ചു. ചോദ്യം എന്താണ് ഞാൻ പ്രതീക്ഷിച്ചത്? സാറേ, ഈ യു എന്ന് പറയുമ്പോൾ, നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ എസ് ചേർക്കണ്ടേ? വരത്തില്ല എന്നാണ് ഒരിത്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ അല്ല, അറിയാൻ പാടില്ലാത്തവരൊന്ന് ഓർത്തിരിക്കാം. ഇപ്പൊ ഞാനിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയെ ലഭിച്ചിരുത്തി എന്നിട്ട് പറയണം നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പൊ ആ നിങ്ങൾ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളാണ്. ഞാൻ അവിടെ ഈ ബെഞ്ചിൽ നിന്ന് ഒരാളെ എഴുന്നേൽപ്പിച്ച് നിർത്തി, അതിന്റെ പുറകിലിരിക്കുന്നതിൽ ബെഞ്ചിൽ നിന്ന് ഒരാളെ എഴുന്നേൽപ്പിച്ച് നിർത്തി, അതിന്റെ പുറകിൽ ഇരിക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിച്ചു, 3 പേര് എഴുന്നേറ്റ് നിർത്തി.
എന്നിട്ട് ഞാൻ പറയുകയാണ് അവരോട്, നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പൊ ആ നിങ്ങൾ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരാളല്ല, ഒന്നിൽ കൂടുതലല്ല. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുക, യു എന്ന് പറയുന്ന വേർഡ് സിംഗുലർ ആയിട്ടും ഉപയോഗിക്കാം, പ്ലൂറലായിട്ടും ഉപയോഗിക്കാം. പഴയ ലാറ്റിൻ ഭാഷയൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരാളുണ്ടെങ്കിൽ THOU എന്ന് കാണാം. ചില സ്ഥലങ്ങളിൽ THOU ദൗ എന്ന്. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ യു എന്ന് കാണും. യെസ്, ലാറ്റിൻ ഭാഷ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് അറിയാം. യെസ്, അപ്പൊ ഇവിടെ അതൊക്കെ നമ്മൾ സന്ദർഭോചിതമായിട്ട് പറഞ്ഞത്, അത് നമ്മളുടെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിവിടെ നോക്കുന്നത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെയും വിളിക്കുക, ഒന്നിലധികം ആളുകളെ യു എന്ന് ഉദ്ദേശിക്കുക. അപ്പൊ എപ്പോഴും യു എന്നുള്ളത് പ്ലൂറലായിട്ട് വിചാരിക്കും. സിംഗിളായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല, പ്ലൂറലായിട്ട് വിചാരിക്കുക. അതുകൊണ്ട് യുവിന്റെ കൂടെയും എന്ത് ചേർക്കേണ്ട, എസ് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്ന് ക്രോഡീകരിക്കുകയാണ്. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസും വന്നു കഴിയുമ്പോൾ അതാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. അങ്ങനെ സിമ്പിൾ പ്രസന്റ് ആയ വാചകം നമ്മൾ പറയുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ ഒരു എസ് കൂടി ചേർക്കണമെന്ന് പറയും. ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് ചേർക്കണ്ട. എസ് ഐക്ക് ഒരു എക്സെപ്ഷൻ എന്ന് വിചാരിക്കുക. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ യു തന്നെയാണ് പറയുന്നത് ആൾക്കാർ. അതുകൊണ്ട് യു പ്ലൂറലായിട്ട് കണക്കാക്കിയാൽ മതി, സിംഗുലറായിട്ട് കണക്കാക്കേണ്ട. അതുകൊണ്ട് അവിടെ എസ് വേണ്ട. കിട്ടിയല്ലോ സർ. അപ്പൊ ദേ വന്നാലോ? ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം. ദേ. അപ്പൊ ഒന്നിൽ കൂടുതലുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. അതിന്റെ അടുത്ത സെന്റൻസ് പറയുന്നു, വീണ്ടും ആൺകുട്ടികൾ എന്ന് പറയാതെ ഞാൻ എന്ത് പറയുന്നു, അവർ 5 മണിക്ക് കളി നിർത്തും. അപ്പൊ അവിടെ ആ അവർ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? ആൺകുട്ടികളല്ലേ? ആൺകുട്ടിയല്ല. ആൺകുട്ടി എന്നാണെങ്കിൽ അവൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ആൺകുട്ടികൾ എന്നാ പറഞ്ഞത്. അപ്പൊ പ്ലൂറലാണ്. യെസ്. ബോയ് പ്ലേസ്, PLAY, കുട്ടി കളിക്കാറുണ്ട്. ബോയ് എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ, അപ്പൊ എസ് വേണം. ബോയ് എന്നുള്ളതിന് പകരം ബോയ്സ് എന്നാണ് വിചാരിക്കും, അപ്പൊ ഒന്നിൽ കൂടുതലായി, അപ്പൊ എസ് വേണ്ട. ബോയ്സ് പ്ലേ മതി. ഗേൾസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എസ് ചേർക്കണം. ഗേൾസ് എന്ന് എഴുതി കഴിഞ്ഞാൽ സബ്ജക്റ്റ്, അപ്പൊ എസ് വേണ്ട. ഗേൾസ് പറയുമ്പോൾ ഒന്നിൽ കൂടുതലായി. സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ മാത്രമേ വെർബിന്റെ കൂടെ എസ് ചേർക്കൂ. ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം. ഇപ്പോ നേരത്തെ ഞാൻ അനുവിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. അതായത് ഷീ വെന്റ് അല്ലെ, വെന്റ്. ഗോ എന്നുള്ള പാസൻസ് ആണ് വെന്റ്. ഷീ ഓക്കെ ദേ സ്റ്റഡി ഇംഗ്ലീഷ് ഗ്രാമർ, കറക്റ്റ് ആണ് പറഞ്ഞത്. യെസ്, ഷീ വെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് വെൻ, ഷീ അല്ലേ സബ്ജക്റ്റ്, അന്ന് ഒരു എസ് കൂടെ ഇരിക്കട്ടെ. ഷീ വെൻസ് എഴുതിയാലോ നാം വിചാരിക്കണം. അപ്പൊ ശ്രദ്ധിച്ചോളൂ, വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിന്റെ കൂടെ എസ് ചേർക്കരുത്. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ എസ് ചേർക്കാവൂ. വേറെ വല്ല ടെൻസ് ആണെങ്കിൽ എസ് ചേർക്കരുത്. ഏതായാലും എസ് ചേർക്കാൻ പറഞ്ഞതിൽ എല്ലായിടത്തും എസ് ചേർക്കരുതെന്ന് വിചാരിക്കരുത്. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് പ്രസന്റ് ടെൻസ് അത് V1 എന്ന് പറയുന്നതിന് കീഴിൽ വരുന്ന വാക്കുകൾ വരുമ്പോൾ മാത്രമേ എസ് ചേർക്കാവൂ, അല്ലാതെ ചേർക്കാൻ പറ്റില്ല. അത് ഓർമ്മയിലുണ്ടാകും. യെസ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ പ്രസന്റ്. നേരത്തെ പറഞ്ഞ പോലെ ഐ കുക്ക് ബിരിയാണി. ഷീ ലവ്സ് ഹെർ മദർ, അവളുടെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട്. ലവ് എന്ന് പറഞ്ഞില്ല, ലവ്സ് ഷീ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എന്റെ അമ്മ 5 മണിക്ക് എഴുന്നേൽക്കും. എന്റെ അമ്മ എന്ന് പറയുമ്പോൾ ഒരമ്മയിലുള്ളൂ. ഓക്കെ എന്ന് പറയുന്നത് എന്റെ അമ്മ എന്ന് പറയുമ്പോൾ ഒരമ്മയിലുള്ളൂ. അപ്പൊ ഇത് പറയാം, മൈ മദർ ഗെറ്റ് എന്നുള്ളതിന് കൂടെ ഒരു ഗെറ്റ്സ് അപ്പ്, ഗെറ്റ്സ് അപ്പ് അറ്റ് 5 o'clock. ഇനി നിങ്ങൾക്ക് 2 സഹോദരന്മാരുണ്ട്, അവര് ഫുട്ബോൾ കളിക്കുന്നു. മൈ ബ്രദേഴ്സ് പ്ലേ ഫുട്ബോൾ. നിങ്ങൾക്ക് ഒരു ബ്രദറേ ഉള്ളൂ, മൈ ബ്രദർ പ്ലേസ് ഫുട്ബോൾ. കിട്ടിയല്ലോ. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോഴാണ് എസ് ചേർക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. യെസ്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ പ്രസന്റ്. ഓക്കെ,
ഇനി ജിഷ വിമോദ്. Yes, sir. ഓക്കെ, ആർ യു ഫ്രീ? യെസ്, കുഴപ്പമില്ല. പറഞ്ഞു. ജിഷ, സിമ്പിൾ പ്രസന്റിന്റെ 2-3 എക്സാമ്പിൾ പറഞ്ഞു. I make coffee. യെസ്, കറക്റ്റ് ആണ്. ഐ മേക്ക് കോഫി. യെസ്, I like ice cream. ഓക്കെ ജിഷ, ഐ ലൈക്ക് ഐസ് ക്രീം കറക്റ്റ്. ഐ വിട്, മാറ്റി പിടിക്കും. എല്ലാം ഒറ്റ മോഡൽ വരില്ലേ, വെറൈറ്റി പിടിക്കും. അവിടെ സ്ഥിരം വരുന്ന കസ്റ്റമറുടെ പേര് പറ, എന്നിട്ട് അത് വെച്ചാൽ ആരംഭിക്കും. ഓക്കെ പറയാവേ. അല്ലേ, he loves ice cream. യെസ്, ഹി ലവ്സ് ഐസ്ക്രീം. അത് നമുക്ക് വേണമെങ്കിൽ ലവ് എന്നുള്ളത് ലൈക്ക് നാക്കാം, ലൈക്സ് നാക്കാം. ഐസ്ക്രീം അല്ലേ, ഒരു വ്യക്തിയെ എനിക്ക് സ്നേഹിക്കുന്നു എന്ന് പറയാം, ഐസ്ക്രീമിന് സ്നേഹിക്കുന്നു പറയാൻ ഇഷ്ടപ്പെടുന്നതാക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പോട്ടെ, റെഡി. She likes movie. ഷീ ലൈക്സ് മൂവി. വെരി ഗുഡ്. ലൈക്ക് അല്ല, ഷീ വന്നപ്പോ ലൈക്സ് ആയി. വെരി ഗുഡ്. യു വെച്ച് പറഞ്ഞു. യു വെച്ചിട്ടല്ലേ? നിങ്ങൾ ഞങ്ങളെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്നു. ഓക്കെ. You teach English grammar. Yes, very good. Correct ആണ്. You teach English grammar. Okay. നിങ്ങൾ ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. Yes. അടുത്ത നമുക്ക് വേണമെങ്കിൽ പറയാം, you quarrel with your husband. നിങ്ങൾ ഭർത്താവുമായിട്ട് എന്ത് ചെയ്യുന്നു? എല്ലാം പിടിക്കുന്നു. You clean your room. നീ നിന്റെ മുറി വൃത്തിയാക്കുന്നു. Yes. We go to cinema. We go to cinema. Okay, correct ആണ്. വി സബ്ജക്റ്റ് ആണ്, ഗോ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ്. വെരി ഗുഡ്. മനസ്സിലായല്ലോ? യെസ്, അതാണ് സിമ്പിൾ പ്രസന്റ്. പിടികിട്ടിയല്ലോ? സംശയം ചോദിച്ചത് സിമ്പിൾ പ്രസന്റ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് മനസ്സിലൊന്ന് നോക്കി വെച്ചാൽ, കാരണം നമ്മളിപ്പോഴും അങ്ങോട്ട് എത്തിയിട്ടില്ല, കണ്ടീഷൻ സെന്റൻസിലേക്ക് എത്തിയിട്ടില്ല. അങ്ങോട്ട് എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ആവശ്യമായിട്ട് വരാം. അന്നേരത്തെ ഞാൻ പറയും, മറ്റേത് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓർമ്മയുണ്ടാവും, ഇന്ന് സംഭവം ഓർമ്മയില്ല. യെസ്, സിമ്പിൾ പ്രസന്റ്. ഇനി അടുത്ത ഹെഡിങ് എഴുതുക. അപ്പൊ ഇപ്പൊ സിമ്പിൾ പ്രസന്റ് എഴുതിയില്ലേ, അതിന്റെ അടിയിൽ 1-2 എക്സാമ്പിൾ വെറുതെ എഴുതി വെച്ചു. ഐ ലവ് ഇന്ത്യ. എക്സാമ്പിൾ നമ്പർ 1. ഐ ലവ് ഇന്ത്യ. എക്സാമ്പിൾ നമ്പർ 1. ഐ ലവ് ഇന്ത്യ. നമ്പർ 2. 2 എക്സാമ്പിൾ എഴുതും. ഒരു എസ് വെച്ച് വല്ല ഒരു എക്സാമ്പിൾ കൂടി എഴുതി വെച്ചേക്കാം. She loves India. She loves India. Yes. Okay. Ready. അപ്പൊ അത് പിടികിട്ടിയല്ലോ. ഇനി നമ്മൾ എന്താ വിജയ്? സർ, ഇത് ഒന്നുകൂടെ പറയാവേ, ഷീ വന്നതിന്റെ. Yes. Okay. Very good. വിദ്യ, അതായത് ഇംഗ്ലീഷ് വേണ്ട, ഞാനത് വിളിച്ചാൽ കുഴപ്പമില്ല. യെസ്, അതായത് മനസ്സിലാവാത്തവർ കൂടി ശ്രദ്ധിച്ചേക്കാം. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണോ? സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാളെ ഉണ്ടാവാൻ പാടില്ല. ഒരാളുള്ളെങ്കിലാണ് സിംഗുലർ എന്ന് പറയുന്നത്, ഏകവചനം. അപ്പൊ അങ്ങനെ ഒരാളുള്ളെങ്കിൽ വെർബിന്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു എസ് കൂടി ചേർക്കണം. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ എസ് ചേർക്കണ്ട. അപ്പൊ അതിന്റെ അകത്ത് 2 എക്സെപ്ഷൻ ഓർത്തിരിക്കാം. ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് ചേർക്കണ്ട. കാരണം ഞാൻ എന്ന് പറയുമ്പോഴും ഒരാളെ ഉള്ളൂ, യു എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഒരാളും ആവാം. പക്ഷെ ഈ 2ന്റെ കൂടെ എസ് ചേർക്കണം. അത് ഓർത്തിരിക്കാനായിട്ട് നല്ലൊരു എളുപ്പമുണ്ട്. ഐയുടെ കൂടെ ചേർക്കണം എന്ന് പറയുന്നത്. നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? ഐ ലവ് യു അല്ല പറയണേ. ഐ ലവ് യു എന്ന് പറയാറില്ലല്ലോ. ഇവിടേക്കൊക്കെ കേട്ടിട്ടുണ്ട്. ഐ ലവ് യു നമ്മൾ ഇഷ്ടംപോലെ ശബ്ദം കേട്ടിട്ടുണ്ട്. കേട്ടാ, ഐ സബ്ജക്റ്റ്, ലവ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഐ ലവ് യു, ഐ ലവ്സ് യു എന്ന് പറയാറില്ല. യെസ്, അത് ഓർത്തിരുന്നാൽ മതി. ഐയുടെ കൂടെ എസ് വരില്ല. ഐ ലവ് യു എന്നാ പറയുള്ളൂ, ഐ ലവ്സ് യു എന്ന് പറയില്ല. ഐ ലവ്സ് യു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നി എവിടെയോ ഒരു കല്ല് കടിക്കുന്നുണ്ടല്ലോ എന്ന് നമുക്കൊരു ഫീൽ ചെയ്യും, അല്ലെ? ഓക്കെ, അത് നോക്കാം. പിന്നെ ഈ ഷീ സിങ്സ് എ സോങ്ങില് ഈ സോങ് സബ്ജക്റ്റ് ആയിട്ട് വരില്ലേ? സബ്ജക്റ്റ് ആണ്. സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സബ്ജക്റ്റ് അല്ല, അത് ഓബ്ജക്റ്റ് ആണ്.
നോക്കി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പറയാം. ഷീ സിങ്സ്, അവൾ പാടുന്നു. അതിനോട് നമ്മൾ ചോദിക്കുകയാണ് എന്ത് പാടുന്നു? സോങ്, പാട്ട് പാടുന്നു. ഏ സോങ്ങിനോട് എന്താണ്? ഓബ്ജക്റ്റ് ആണ്. അതെന്താണ്? ഓബ്ജക്റ്റ് ആണ്. അതൊരു പേരാണ്, സമ്മതിച്ചു. പക്ഷെ അതെന്തായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? ഓബ്ജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സബ്ജക്റ്റ് ആയിട്ടുള്ള, സബ്ജക്റ്റ് എപ്പോഴും തുടക്കത്തിലേ വരുള്ളൂ. യെസ്, ഇത് ഓബ്ജക്റ്റ് ആണ്. പറഞ്ഞോളൂ. ഞാൻ ഷീ നൗണായിരിക്കുന്നത് അങ്ങനെ വിചാരിച്ചു. അത് നൗണാണ്, സമ്മതിച്ചു. പക്ഷെ അത് എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് വന്നത്. അത് ശരി. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ പറയാം ഐ ഈറ്റ് മാംഗോ. അപ്പൊ നോക്കി, ഐ സബ്ജക്റ്റ്, ഈറ്റ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. എന്ത് കഴിക്കുന്നു? മാങ്ങ. അപ്പൊ ആ മാങ്ങ എന്നുള്ളത് എന്ത് എന്ന് ചോദിക്കുന്ന ലഭിക്കുന്നതിന്റെ ആൻസർ ആണ്. അതെന്താണ്? അത് ഓബ്ജക്റ്റ് ആണ്. അതൊരു പേരാണ്, നൗണാണ്, സമ്മതിച്ചു. പക്ഷേ അത് ഓബ്ജക്റ്റിന്റെ ഉത്തരമായിട്ടാണ് വന്നേക്കുന്നത്. ഓബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ആരെ അല്ലെങ്കിൽ എന്ത് എന്നൊന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസറിനെയാണ് ഓബ്ജക്റ്റ്. ഇനിയിപ്പോ നമുക്കൊരു 3 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോയി കഴിഞ്ഞാൽ തീരില്ല. അപ്പൊ ഇപ്പൊ തൽക്കാലം സിമ്പിൾ പ്രസന്റിൽ തന്നെ നിൽക്കട്ടെ. ഇനി ഞാനോട് ചോദിക്കുന്നു, ഞാനൊരു 3 മിനിറ്റ് സമയം തന്നെ ഞാൻ ഇന്ന് പഠിപ്പിച്ചത് ആർക്ക് ഞാൻ തിരിച്ചു പഠിപ്പിക്കാൻ പറ്റും? ഒരു ടീച്ചറിന്റെ സ്റ്റൈലിൽ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് നോക്കുന്നത് കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ചാണ്. അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ അറിയാം. അതൊക്കെ പറഞ്ഞ് അതിൻ്റെ അകത്ത് ഒത്തിരി മേമ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇങ്ങോട്ട് പ്രസന്റ് ചെയ്യാൻ. മുമ്പത്തെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കൊച്ച്, പേര് ഞാൻ പറഞ്ഞു, ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. അല്ല, അത് ഇങ്ങനെയാണ്. സാർ ഇനി ഞാൻ പറയട്ടെ സാർ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, 3 മിനിറ്റ് ഉണ്ട്. ആരതി ധൈര്യമായിട്ട് പറഞ്ഞു. സാർ ഇന്ന് പഠിപ്പിച്ചത് പറയുമ്പോ സാർ ഫസ്റ്റ് ഒരു സെന്റൻസാ പറഞ്ഞത്. വെൻ ഐ വെന്റ് ദേർ ഷീ വാസ് കുക്കിംഗ് ഫുഡ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും വിദ്യാർത്ഥികളാണ്. ഞങ്ങളൊക്കെ ക്ലാസ്സിൽ ബെഞ്ചിലിരിക്കുകയാണ്, കസേരയിൽ ഇരിക്കുന്നത് ആരതിയാണ്. ഇവിടെ സാറ് ടീച്ചർ ഒന്നുമില്ല. യു ആർ ദ ടീച്ചർ. ഞങ്ങൾ സ്റ്റുഡന്റാണ്. യെസ്, ചോദിച്ചോളൂ, പഠിപ്പിക്കുന്ന ടീച്ചർ. വെൻ ഐ വെന്റ് ദേർ ഷീ വാസ് കുക്കിംഗ് ഫുഡ്. ഇതില് നമ്മൾ എവിടെ കോമ ഇടണം എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഒരു സെന്റൻസ് ആണെങ്കിൽ അതിൽ നമ്മൾ 2 സെന്റൻസ് ആക്കണം. ചില സെന്റൻസുകളിലെ നമ്മൾ ഒന്നിൽ കൂടുതലായിട്ട് വിഭജിക്കണം. അപ്പോ വെൻ ഐ വെന്റ് ദേർ കോമ ഷീ വാസ് കുക്കിംഗ് ഫുഡ് എന്ന് വരും. ഇപ്പൊ വെൻ ഐ വെന്റ് ദേർ എന്നുള്ളത് ഏത് ക്ലോസ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സാറ് കണ്ടിന്യൂ ടീച്ചർ. കറക്റ്റാണ്, ശരിയാണ്. ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. വെൻ ഐ വെന്റ് ദേർ എന്ന സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നില്ല. അതിന്റെ കംപ്ലീറ്റ് ആവാത്തത് ക്ലോസിനെ നമ്മൾ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന്. അതിന് നമ്മൾ വേറൊരു പേരും കൂടെ ഉണ്ട്, ഡിപ്പെൻഡിങ് ക്ലോസ്. മീനിങ് കംപ്ലീറ്റ് ആവുന്ന ക്ലോസുകൾക്ക് പറയുന്ന പേരാണ് മെയിൻ ക്ലോസ് എന്നും പറയും, പ്രിൻസിപ്പൽ ക്ലോസ് എന്നും പറയും. ഇതിൽ ഈ സെന്റൻസിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് വെൻ ഐ വെന്റ് ദേർ എന്നും ഷീ വാസ് കുക്കിംഗ് ഫുഡ് എന്ന് പറയുന്നത് മെയിൻ ക്ലോസ്, അതായത് പ്രിൻസിപ്പൽ ക്ലോസും ആയിട്ടാണ് അറിയപ്പെടുന്നത്. സാർ ബാക്കി ആരെങ്കിലും പറഞ്ഞോട്ടെ, ഇത്ര മതി. ആരതി ടീച്ചർ നിർത്തിയ സ്ഥലത്ത് നിന്ന് ആരംഭിച്ചു. പ്രിൻസിപ്പൽ ക്ലോസും മെയിൻ ക്ലോസും വരെ പറഞ്ഞു നിർത്തിയത്. അയ്യോ സാറേ, വേറെ ആരെങ്കിലും വിളിക്കുന്നത് സാറേ, എനിക്ക് ഓക്കെ 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 ഓക്കെ. ഇനി ധൈര്യ സമയം. ഫാത്തിമ, ആർ യു റെഡി? എനിക്ക് വയ്യ, ഞാൻ സർ ഞാൻ പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി 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 ഗുഡ്. അനു പറഞ്ഞോളൂ. നമുക്ക് ഇന്ന് കാലങ്ങളെ പറ്റി പഠിക്കാം. ടെൻസസ്, അതായത് നമുക്കറിയാം 3 കാലങ്ങളുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ വർത്തമാനകാലം എന്ന് പറയും, പ്രസന്റ് ടെൻസ്. കഴിഞ്ഞു പോയതിനെ നമ്മൾ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഭൂതകാലം എന്ന് പറയും. ഇനി നടക്കാൻ പോകുന്നതിനെ നമ്മൾ ഭാവിയിലേക്കുള്ളതിനെ നമ്മൾ
ഭാവി കാലം അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും. ഇങ്ങനെ മെയിൻ ആയിട്ട് നമുക്ക് 3 ടെൻസുകളാണ് വരുന്നത്. ഇംഗ്ലീഷിൽ അതിന്റെ സബായിട്ട് 4 വരും. ടോട്ടൽ അങ്ങനെ 12 ടെൻസുകളുണ്ട്. അപ്പൊ നമുക്കിന്ന് ആദ്യത്തെ ടെൻസ് പഠിക്കാം. പ്രസന്റ് ടെൻസിൽ സിമ്പിൾ പ്രസന്റ് നമുക്ക് നോക്കാം. ഇപ്പം ആൻസി, ഇപ്പം ഞാൻ എഴുതുന്നു എങ്ങനെ ആൻസി പറയുന്നത് ഇംഗ്ലീഷില്? സോറി, ഹലോ ആൻസി ഉണ്ടോ അവിടെ? അയ്യോ, എല്ലാരും എന്നെ തന്നെ വിളിക്കാതെ വേറെ ആരെങ്കിലും വിളിക്കും. ഞാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്യാണ്. അയ്യോ സോറി. ആദ്യം നോക്കുമ്പോ സ്ക്രീനിൽ ആൻസിയുടെ പേരെ കാണുന്നേ. ധന്യ കേൾക്കുന്നുണ്ടോ? ധന്യ ഇല്ല. ആരതി പറയൂ. ആരതി, ഞാൻ എഴുതുന്നു എന്നെങ്ങനെയാ ആരതി ഇംഗ്ലീഷിൽ പറയുന്നേ? ഞാൻ എഴുതുന്നു. യെസ്, ഐ റൈറ്റ്. ഐ റൈറ്റ്. അല്ലെങ്കിൽ ഐ ആം റൈറ്റിംഗ്. അത് എഴുതിക്കൊണ്ടിരിക്കുവാണെന്നാണ് ഐ ആം റൈറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ എഴുതുന്നു എന്ന് പറയുമ്പോ സിംപ്ലി ഐ റൈറ്റ്. ഐ റൈറ്റ്. ഇനി വിദ്യ എഴുതുന്നു എന്ന് എങ്ങനെയാ ആരതി പറയുന്നേ? വിദ്യ റൈറ്റിംഗ് വരുമോ? എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നാണോ അല്ല എഴുതുന്നു? വിദ്യ എഴുതുന്നു. വിദ്യ റൈറ്റ്. വിദ്യ വരുമോ? വിദ്യ ഈസ് റൈറ്റിംഗ്. അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് പറയാം. വിദ്യ ഈസ് റൈറ്റിംഗ് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ? വിദ്യ പറഞ്ഞോ ജിൻസ്. വിദ്യ റൈറ്റ്സ്. വിദ്യ റൈറ്റ്സ്. അപ്പൊ അതാണ് ജിൻസ് പറഞ്ഞാണ് കുറച്ചും കൂടെ ശരി. അതായത് നമ്മള് അതായത് സിമ്പിൾ പ്രസന്റിൽ നമ്മൾ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും, പിന്നീട് വെർബ് എഴുതും. വെർബിന്റെ ആദ്യത്തെ ഫോം, അതായത് നമ്മൾ പ്രസന്റ് ടെൻസിലുള്ള ഫോം V1 എന്ന് പറയുന്ന ഫോമാണ് ആദ്യം എഴുതുന്നത്. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ V1. ഷീ റൈറ്റ്സ്, ഹീ റൈറ്റ്സ്. അപ്പൊ ഇതിനൊരു എക്സെപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഹിയ ഷിയ ഒക്കെ വരുമ്പം സിംഗിൾ ആയിട്ട് ഒരു പേരൊക്കെ വരുമ്പോൾ നമ്മൾ വെർബിന്റെ കൂടെ എസ് എന്ന് ചേർത്ത് എഴുതും. ജിൻസ് റൈറ്റ്സ്, വിദ്യ റൈറ്റ്സ്, ആരതി റൈറ്റ്സ്, ഹീ റൈറ്റ്സ്, ഷീ റൈറ്റ്സ്. പക്ഷെ നമ്മൾ ഐ യു എന്ന് പറയുന്ന 2 സബ്ജക്റ്റുകളാണ് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ വെർബിന്റെ കൂടെ എസ് ചേർക്കണ്ട. ഐ റൈറ്റ്, യു റൈറ്റ്. ഇപ്പൊ ദേ ആണെങ്കിലോ ഒന്നി കൂടുതലാണ്, അതായത് പ്ലൂറൽ ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ എസ് ചേർക്കണ്ട. ഞാൻ പറഞ്ഞ ശരിയാണോ സാർ? നല്ല ടീച്ചിങ് കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ ഒന്നുകൂടി ഒരു പ്രിപ്പറേഷനോടുകൂടി വരുമ്പോ വേറെ വിത്തൗട്ട് പ്രിപ്പറേഷൻ അത്രയും പറഞ്ഞില്ലേ? വെരി ഗുഡ്. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും പറയുന്ന സെന്റൻസുകളൊക്കെ കുറച്ചും കൂടി നല്ല ലെജിബിളും അതിനോടൊപ്പം തന്നെ വളരെ ക്ലീൻ ആയിട്ടാണ് പറയാറ്. യെസ്, ഓക്കെ, കണ്ടിന്യൂ. അത് ഫിനിഷ് ചെയ്തോ? 1 മിനിറ്റ് കൂടി എടുത്തോ. അപ്പൊ മനസ്സിലായോ ഇപ്പൊ എങ്ങനെ സിമ്പിൾ പ്രസന്റ് എഴുതുന്നതെന്ന്? ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുക, പിന്നെ വെർബ് എഴുതുക, പിന്നെ ഒബ്ജക്റ്റ് എഴുതുക. ഇതില് വെർബില് നമ്മള് സബ്ജക്റ്റ് ഒരാള് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർത്ത് എഴുതുക. ഫോർ എക്സാമ്പിൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഓർത്തിരിക്കാൻ വേണ്ടി ഐയും യുവും, ഐ ലവ് യു, ഐയും യുവും വരുമ്പോ നമ്മള് അത് എസ് ചേർക്കാതെ എഴുതുക. മനസ്സിലായോ? ഇനി ആരും കാണുന്നില്ലല്ലോ, ഒരു മിനിറ്റ്. അല്ലൂസ് ഉണ്ടോ? അല്ലൂസിന് നോക്കണ്ട, അല്ലൂസിന്റെ മൈക്ക് കറക്റ്റ് അല്ല. പറഞ്ഞായിരുന്നു. ജയ്മോൾ ഉണ്ടോ? ഉണ്ട്. ജയ്മോൾ ഒരു സെന്റൻസ് പറയോ സിമ്പിൾ പ്രസന്റില്? സിമ്പിൾ പ്രസന്റില് പറയാട്ടോ. ഞാൻ പറയാം. ഷീ കുക്ക് ചിക്കൻ ബിരിയാണി. ഷീ കുക്സ് ചിക്കൻ കറി അല്ലേ? ബിരിയാണി. ഓക്കെ, ഷീ കുക്സ് ബിരിയാണി. അപ്പൊ അവിടെ സബ്ജക്റ്റ് വന്നിട്ടുണ്ട് ഷീ കുക്സ്, ശരിയാണ്. സബ്ജക്റ്റ് ഏകവചനം ആയതുകൊണ്ട് നമ്മള് വെർബിന്റെ കൂടെ എസ് ഇട്ടു. പിന്നെ ബിരിയാണി എന്നുള്ളത് ഒബ്ജക്റ്റ്, കണ്ടോ? ഒബ്ജക്റ്റും കൂടെ ചേർത്താണ് പറഞ്ഞത് ജയ്മോൾ. അപ്പൊ ജയ്മോൾക്ക് ഒരു പ്രത്യേക ക്ലാപ്പ്. ഞാനിപ്പോ സബ്ജക്റ്റിന്റെയും വെർബിന്റെയും കാര്യമേ പറഞ്ഞുള്ളൂ, പക്ഷെ ജയ്മോള്
ഒബ്ജക്റ്റും കൂടെ ചേർത്തൊരു സെന്റൻസ് പറഞ്ഞു. ഇനി സബിതയാണോ ഒരു സെന്റൻസ് പറയാന്ന് പറഞ്ഞേ? സബിത ഞാനും കൂടെ പറയട്ടെ. പറഞ്ഞു ആൻസി. കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. ആ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സാർ അത് ശരിയാണോ? കറക്റ്റ് ആണ്. ദ സൺ അതാണ് സബ്ജക്ട്. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, സൺറൈസ് എന്നല്ലേ പറയുള്ളൂ. ഉദിക്കുന്നു. സൺറൈസ് എന്നല്ലേ പറയുള്ളൂ. റൈസസ് വരുമോ? സൺറൈസ് എന്നല്ലേ പറയുള്ളൂ. സൺ ഇല്ല, സിംഗുലർ ആണ്. റൈസസ് ആണ് വരിക. ഓക്കെ. പിന്നെ അതിന്റെ മുമ്പിൽ ദീ ചേർക്കണമെന്ന് മാത്രം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ ആകെ ഒരു സണ്ണല്ലേ ഉള്ളൂ. അപ്പൊ ദി സൺ, ദി മൂൺ, ദി സ്റ്റാർസ്. ഓക്കെ, കണ്ടിന്യൂ വരൂ. സബിത എന്താ പറയാൻ തുടങ്ങി? എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ. ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ അഡ്വർബ് ആയിട്ട് വെരി ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. സബിത ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. ഇത്ര നേരം ഇപ്പൊ നമ്മള് ഷീ വെച്ചിട്ടല്ലേ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്. നമുക്ക് സബ്ജക്ട് ഒന്ന് മാറ്റി പിടിച്ചാലോ? വിദ്യ ഉണ്ടോ അവിടെ? വിദ്യ ഉണ്ടോ? സ്കൂൾ എവറി മോർണിംഗ്. അൻസി കേട്ടില്ല. ഹി ഗോസ് ടു സ്കൂൾ എവറി മോർണിംഗ്. ശരിയാണ്, ഹി ഗോസ് ടു സ്കൂൾ എവറി മോർണിംഗ്. ഓക്കെ. ഇനി നമ്മൾ ഏതെങ്കിലും സബ്ജക്ട് ആരുടെയും പേര് വെച്ചൊരു സെന്റൻസ് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അനു ടീച്ച് ഇംഗ്ലീഷ് ഗ്രാമർ. ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയ ആരതി. അനുതല്ലേ? ഷീ ടീച്ച് നമ്മൾ പറയുന്ന പോലെ ഇത് വരത്തില്ലേ? ശരിയാണോ സാറേ? അനു എന്ന് പറയുന്നത് വരത്തില്ലേ? അനു എന്ന് പറയുന്നപ്പോ ഒരാളെ ഉള്ളൂ. അപ്പൊ നമ്മള് വെർബിന്റെ കൂടെ എസ് ചേർത്ത് വരണം. അനു ടീച്ചേഴ്സ്. അതാ പറഞ്ഞ അനു ടീച്ച് TEACHES ഇംഗ്ലീഷ് ഞാൻ ആദ്യം കേട്ടില്ലായിരുന്നു. അപ്പൊ നമുക്ക് സിമ്പിൾ പ്രസന്റ് ഏകദേശം മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ വെരി ഗുഡ്, വെരി ഗുഡ്. അനു, I appreciate you very much. Very good. നന്നായിട്ട് പറഞ്ഞു. വെരി ഗുഡ്. താങ്ക് യു സർ, താങ്ക് യു. യെസ് 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 യെസ്. പിന്നെ നമ്മുടെ ക്ലാസ് എടുക്കാനായിട്ട് കണക്കാക്കി പോകുമ്പോൾ നമ്മൾ പലതും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകും. ഇത് പറയുമ്പോൾ ഇത് പറയണം, ഇത് പറയുമ്പോൾ ഇന്നത് പറയണം. നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോകും. ഓക്കെ, ഇത് വിത്തൗട്ട് പ്രിപ്പറേഷൻ ആണ്. ഇറ്റ്സ് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇങ്ങനെ വേണം എല്ലാവരും. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അതിനെ തിരിച്ചിങ്ങനെ പറയാം സ്റ്റൈലായിട്ട്, നല്ല രസകരമായിട്ട്. ഞാൻ കൊണ്ട് പറഞ്ഞത് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്, പഠിപ്പിക്കുന്നത് ആള് മാത്രമേ ടീച്ചറായിട്ടുള്ളൂ. ധൈര്യമായിട്ട് പറയാം. യെസ്. അപ്പൊ ആരതി നന്നായിട്ടൊക്കെ പറഞ്ഞു. ആദ്യക്ക് വേണമെങ്കിൽ കുട്ടികളെ ആദ്യങ്ങള് ഞാനാണ് ടീച്ചർ എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞത് ശരിയാവോ? സാറ് മുന്നിലിരിക്കുന്നതുകൊണ്ട് ചെറുതായി ടെൻഷനായി പോയി സാർ. എന്തിനാണ് ഇപ്പൊ വേറെ ക്ലാസ്സിലെ കുട്ടികള്, ഒരു ക്ലാസ്സിലെ കുട്ടി പറഞ്ഞ പോലെ ഞാൻ അത് നന്നായിട്ട് ഇംഗ്ലീഷ് പറയും. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞത് എനിക്ക് ഭയങ്കര പേടിയാണ് സാറേ, ടെൻഷനാണ്, ഇംഗ്ലീഷ് പറയാൻ പറ്റാറില്ല. ഞാൻ വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷ് പറയണ്ടല്ലോ. സാറിന്റെ മുന്നിൽ പറയാൻ എനിക്ക് ഒരു പേടിയില്ല, പക്ഷെ പുറത്ത് പറയാൻ എനിക്ക് പേടിയാണ്. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ടാണ് പാർട്ടി പറഞ്ഞത്. നിങ്ങൾ എന്റെ മുന്നിൽ പറയാനായിട്ട് പേടിക്കുന്ന കാര്യമേ ഇല്ല, ധൈര്യമായിട്ട് പറയാം. യെസ്, ഡോണ്ട് വറി. സോ വൺസ് അഗെയിൻ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യും. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു സർ. വെരി ഗുഡ്. താങ്ക് യു സർ. Okay.